സിവിൽ ടെക്കിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു സിലബസ് ആണ് ആഡ് ചെയ്യുന്നത്. ഏതിൻ്റെയാണെന്ന് പറഞ്ഞാൽ ജാനുവരി 7 നമുക്ക് LSTDന്റെ ഡ്രാഫ്റ്റ്സ്മാൻ ഗ്രേഡ് 2 ടൗൺ പ്ലാനിംഗ് സർവേയർ ഗ്രേഡ് 2ന്റെ എക്സാം ഉണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് അതിൻ്റെ സിലബസ് ആണ് ഞാൻ ഇന്ന് ആഡ് ചെയ്യുന്നത്. കാറ്റഗറി നമ്പർ വരുന്നത് 682/2023 ആണ്. അപ്പോൾ നമ്മൾ ട്രേസർ എക്സാമിൻ്റെ സെയിം സിലബസ് ആണ് കേട്ടോ ഈ ഒരു എക്സാമിൻ്റെ സിലബസ് ആയിട്ട് വരുന്നത്. അപ്പം ട്രേസർ എക്സാം എഴുതാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു സിലബസ് കാണാത്തവരുണ്ടെങ്കിൽ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ആഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് ഓൾറെഡി ട്രേസർ എക്സാമിൻ്റെ സിലബസ് അറിയാം, നിങ്ങളത് നോട്ടിലൊക്കെ എഴുതി വെച്ച് സെറ്റ് ആയിരിക്കുകയാണെങ്കിൽ ഇത് കാണേണ്ട ആവശ്യമില്ല. ഈ വീഡിയോയിൽ സെയിം സിലബസ് തന്നെയാണ് പറയുന്നത്. എന്തൊക്കെയാണ് സിലബസ് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാം. ഫസ്റ്റ് നമുക്ക് മൊഡ്യൂൾ 1 പറഞ്ഞിട്ടുള്ളത് ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ് ആണ്. 8 മാർക്കിനാണ് ഈ ഒരു ബേസിക് എഞ്ചിനീയറിംഗ് നിന്ന് ക്വസ്റ്റ്യൻ വരിക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ എക്സാമിനൊക്കെ ഇതേപോലെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ നമുക്ക് ട്രേസർ എക്സാമിന് നമുക്ക് സെയിം ഇതേ രീതിയിൽ സിലബസ് തന്നെ ഇതേ രീതിയിൽ തന്നെ ക്വസ്റ്റ്യനും ആൻസേഴ്സും ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഈ ഒരു എക്സാമിന് ഇതുപോലെ തന്നെ ബേസിക് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിന് 8 മാർക്കാണ് ചോദിക്കുന്നു പറഞ്ഞിട്ടുള്ളത്. ഇതിൽ 8 മാർക്കിൽ വരുന്ന ഏരിയാസ് എന്ന് പറഞ്ഞാൽ ഡ്രോയിങ് ഇൻസ്ട്രുമെൻറ്റ്സ്, അതുപോലെ തന്നെ യൂസസ്, ലേഔട്ട് ഓഫ് ഡ്രോയിങ് ഷീറ്റ്, ടൈപ്സ് ഓഫ് ലൈൻസ്, ലെറ്ററിങ്, ഡയമെൻഷനിങ്, ടൈപ്പ് ഓഫ് സ്കെയിൽസ്, പ്ലെയിൻ ജിയോമെട്രിക്കൽ കൺസ്ട്രക്ഷൻ, കോണിക് സെക്ഷൻ, പ്രൊജക്ഷൻ അല്ലേ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങിൻ്റെ സെക്ഷനിൽ 8 മാർക്കിന് വരിക. അപ്പോൾ നമ്മൾ സിലബസ് നോക്കിയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. കാരണം നമുക്ക് സിലബസിൽ ഉള്ളതായിരിക്കും അധികം വരാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ സിലബസിലുള്ള ഏരിയ കവർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ എക്സ്ട്രാ പോർഷൻസ് വെച്ച് കവർ ചെയ്യുക, അല്ലെങ്കിൽ എക്സ്ട്രാ പോർഷൻസ് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് സിലബസ് എടുത്ത് വായിക്കുമ്പോൾ മനസ്സിലാവില്ല. ഇതിൽ ഇല്ലാത്ത പോർഷൻസ് നമ്മൾ ഇപ്പോൾ നോട്ട് എഴുതുന്ന സമയത്താണെങ്കിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ വലിച്ചു വാരി പഠിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ടൈം കുറേ പോവുകയും ചെയ്യും, ആവശ്യമുള്ള കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ പഠിച്ചിട്ടും ഉണ്ടാവില്ല. അതുകൊണ്ടാണ് സിലബസ് എന്തായാലും നോക്കി പഠിക്കുക എന്നുള്ളത് പറയുന്നത്. പിന്നെ നമുക്ക് സെക്കൻഡിലെ മൊഡ്യൂൾ 2 വരുന്നത് ബിൽഡിംഗ് മെറ്റീരിയൽസ് ആൻഡ് കൺസ്ട്രക്ഷൻ ആണ്. 12 മാർക്കിനാണ് ഈ ഏരിയയിൽ നിന്ന് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 12 മാർക്കിന് ഏരിയാസ് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എഞ്ചിനീയറിംഗ് മെറ്റീരിയൽ, ബിൽഡിംഗ് സ്റ്റോണ്, ബ്രിക്ക്, ലൈം, ടിമ്പർ, ടൈല്, സാൻഡ്, സിമൻറ്റ്, മോട്ടാർ, അതുപോലെ തന്നെ കോൺക്രീറ്റ്, ആഡ്മിക്സ്റ്റേഴ്സ്, ഫെറസ് മെറ്റൽസ്, നോൺ ഫെറസ് മെറ്റൽസ്, ഗ്ലാസ്, പ്രൊട്ടക്റ്റീവ് മെറ്റീരിയൽസ് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് കഴിഞ്ഞ ട്രേസറിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഇതിലൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പം എല്ലാവരും ഈ ഒരു തന്നിട്ടുള്ള സിലബസ് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റിലെ മൊഡ്യൂൾ 3 എന്താണെന്ന് നോക്കാം. മൊഡ്യൂൾ 3 വരുന്നതാണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ അല്ലേ. ബിൽഡിംഗ് കൺസ്ട്രക്ഷന് 20 മാർക്കിനാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം 20 മാർക്കിന് അത്യാവശ്യം വൈഡ് ഏരിയ ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൽ തന്നെ നമുക്ക് RCCൻ്റെ പോർഷനും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു റിവറ്റഡ് ജോയിൻസ്, വെൽഡഡ് ജോയിൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പം RCC, സ്റ്റീല്, അതുപോലെ തന്നെ ബാക്കി നമുക്ക് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ ഏരിയാസുമാണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ വരുന്നതാണ് സ്റ്റോൺ മേസൺറി, ബ്രിക്ക് മേസൺറി, കോമ്പോസിറ്റ് മേസൺറി, ഫൗണ്ടേഷൻ, ബിയറിംഗ് കപ്പാസിറ്റി ഓഫ് സോയിൽ, സ്കാഫോൾഡിങ്, ഷോറിങ്, അണ്ടർപിന്നിങ്, ഡാം പ്രൂഫിങ്, അതുപോലെ തന്നെ ടെർമൈറ്റ് പ്രൂഫിങ്, ആർച്ചസ്, ലിൻഡൽ, സ്റ്റെയർ, പിന്നെ RCCൻ്റെ ഇൻട്രൊഡക്ഷൻ, യൂസസ് ഓഫ് മെറ്റീരിയൽ പ്രൊപ്പോർഷൻസ്, അതുപോലെ തന്നെ ഫോർമേഷൻ ഇൻക്ലൂഡിങ് ബെൻഡിങ് ഓഫ് ബാർസ് ആൻഡ് കൺസ്ട്രക്ഷൻ റെഫറൻസസ് ഓഫ് BIS കോഡ്. BIS കോഡ് എല്ലാത്തിലും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പം അത് സെപ്പറേറ്റ് തന്നെ നിങ്ങളൊരു ഷോർട്ട് നോട്ട് അല്ലെങ്കിൽ ചെറിയൊരു പേജിലേക്ക് എല്ലാത്തിൻ്റെതും എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ലാണ്ട് പഠിച്ച് ക്ലിയർ ചെയ്ത് പോകാൻ പറ്റും. പിന്നെ വരുന്നതാണ് RCC, ലിൻഡൽ, കോളം, സ്ലാബ്, ബീം, ഫൂട്ടിങ്, മെത്തേഡ്സ് ഓഫ് മിക്സിംഗ് കോൺക്രീറ്റ്, സ്ലംബ് ടെസ്റ്റ്, സ്റ്റീൽ സ്ട്രക്ചേഴ്സ്, കോമൺ ഫോംസ് ഓഫ് സ്റ്റീൽ സെക്ഷൻസ്, അതുപോലെ തന്നെ ടെൻഷൻ ആൻഡ് കംപ്രഷൻ മെമ്പർ, ടൈപ്സ് ഓഫ് റിവറ്റഡ് ജോയിൻറ്റ്, വെൽഡഡ് ജോയിൻറ്റ്, ഡോർസ് ആൻഡ് വിൻഡോസ്, റൂഫ്, ഫ്ലോർസ് ആൻഡ് ഫ്ലോറിങ് അല്ലേ. ഇത്രയും ഏരിയ ആണ് ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അത്യാവശ്യം വൈഡ് ഏരിയ ആണ്. നമ്മൾ സിലബസ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അല്ലേ. ട്രേസറിൻ്റെ ആ ഒരു സിലബസിനെ ബേസ് ചെയ്ത് നമ്മൾ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ക്ലാസ്സിൻ്റെ കണ്ടിന്യൂഷൻ എന്നുള്ള രീതിയിലായിരിക്കും നമ്മളിപ്പോൾ ഇതിൻ്റെ റിവിഷൻ സീരീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതിലും നമ്മൾ
ക്വസ്റ്റ്യൻസും വെച്ചിട്ട് പോർഷൻസ് കവർ ചെയ്ത് തന്നെയാണ് പോവുക. പക്ഷേ ക്വസ്റ്റ്യൻസ് നമ്മൾ സെപ്പറേറ്റ് ആയിരിക്കില്ല. നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത ക്വസ്റ്റ്യൻസ് പിന്നും റീ അപ്ലോഡ് ചെയ്യുന്നതിനെ കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നിങ്ങൾ എന്തായാലും ആ ഒരു വീഡിയോ, ആ ഒരു ട്രേസറിൻ്റെ ഞാൻ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്ലേലിസ്റ്റിൽ ആ ഒരു ട്രേസറിൻ്റെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേ സബ്ജക്റ്റിൻ്റെ ഒക്കെ നിങ്ങൾക്ക് വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ എക്സാമിന് ഫോക്കസ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്തായാലും ആ ഒരു വീഡിയോസൊക്കെ കാണാം. പ്ലസ് നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു റിവിഷൻ സീരീസിലെ വീഡിയോസും നിങ്ങൾക്ക് കൂടുതൽ ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യൻ അല്ല, നാലാമത്തെ മൊഡ്യൂളിൽ നമുക്ക് ബിൽഡിംഗ് ഡ്രോയിങ്സ് ആൻഡ് എസ്റ്റിമേറ്റിംഗ് ആണ് പറഞ്ഞിട്ടുള്ളത്. 12 മാർക്കിനാണ് ഈ ഒരു പോർഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട്. ബിൽഡിംഗ് റൂൾസ് ആൻഡ് ബൈലോസ്, പ്രൊവിഷണൽ സേഫ്റ്റി ഓഫ് ബിൽഡിംഗ്, ടൈപ്സ് ഓഫ് എസ്റ്റിമേറ്റ്, സാങ്ഷൻസ്, റൂൾസ് ആൻഡ് മെത്തേഡ്സ് ഓഫ് മെഷർമെൻറ്റ്സ് ഓഫ് വർക്ക്, റേറ്റ് അനാലിസിസ്, ലേബർ, മെറ്റീരിയൽ, ഷെഡ്യൂൾ ഓഫ് റേറ്റ്, വാല്യുവേഷൻ ടേംസ് അല്ലേ. അപ്പം എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. എസ്റ്റിമേഷൻ നമുക്ക് കുറച്ചുകൂടി സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. പിന്നെ നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ തിയറി മാത്രമല്ല ഇതിലെ പ്രോബ്ലംസും മാക്സിമം ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പം നമുക്ക് ഇൻ കേസ് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ നമുക്കത് ആൻസർ ചെയ്യാൻ പറ്റണം. അതുപോലെ കുറേ ഈ എസ്റ്റിമേഷനിൽ കുറേ നമുക്ക് ഇക്വേഷൻസ് ആയിട്ടും ഒക്കെ പഠിക്കാനുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോന്നും വെച്ച് നിങ്ങൾ പ്രോബ്ലം ചെയ്തിട്ട് പഠിക്കുകയാണെങ്കിൽ ആ ഇക്വേഷൻസ് കുറച്ചുകൂടെ നിങ്ങളെ മൈൻഡിലേക്ക് നിൽക്കും. അപ്പം അതേ രീതിയിൽ നിങ്ങൾക്ക് എങ്ങനെയാണോ ടൈം അവൈലബിൾ അതുപോലെ നോക്കിയിട്ട് മാക്സിമം ഏരിയ കവർ ചെയ്യാൻ തന്നെ നോക്കുക. ഇനി നമുക്ക് മൊഡ്യൂൾ 5 പറയുന്നത് എന്താണ്? മൊഡ്യൂൾ 5 ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് ആണ് അല്ലേ. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ 6 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. 6 മാർക്കിന് ടേംസ് യൂസ്ഡ് ഇൻ ഇറിഗേഷൻ, വാട്ടർ റിക്വയർമെൻറ്റ്സ് ഓഫ് ക്രോപ്പ്, വിയേഴ്സ് ആൻഡ് ബാരേജസ്, സ്റ്റോറേജ് ആൻഡ് ഡൈവേർഷൻ ഹെഡ് വർക്ക്, റിസർവോയർ, ഡാം, കനാൽ, ക്രോസ് ഡ്രെയിനേജ് വർക്ക്, അതുപോലെ തന്നെ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്ട്സ്, ടർബൈൻസ് അല്ലേ. അപ്പം ഇമ്പോർട്ടൻ്റ് ആണ്. ഇറിഗേഷനിൽ നമുക്ക് ഒരുപാട് ഏരിയാസ് ഇല്ല അല്ലേ. തന്നിട്ടുള്ള പോർഷൻസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. അപ്പം ഇത്രയാണ് ഇറിഗേഷനിൽ 6 മാർക്കിനാണുള്ളത്. 6 മാർക്കിന് നമുക്കൊരു പഠിക്കാൻ ഏരിയ ഉണ്ട്. പക്ഷെ എന്നാലും കമ്പയർ ടു അതർ സബ്ജക്റ്റ് നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അധികവും റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് തന്നെയായിരിക്കില്ല. നമുക്ക് ഏരിയാസ് ഒക്കെ ഇതിൽ മറ്റേതിനെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് കവർ ചെയ്യാൻ പറ്റുന്ന ഏരിയാസ് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. എക്സാമ്പിൾ ഇപ്പോൾ ഓട്ടോകാഡ് ഈ ഒരു സബ്ജക്റ്റൊക്കെ അല്ലേ. അപ്പം എസ്റ്റിമേഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കുറച്ചുകൂടി നമുക്ക് ഓരോരുത്തർക്കും പ്രയോറിറ്റീസ് വ്യത്യാസം ഉണ്ടാവും കേട്ടോ. നിങ്ങൾക്ക് സിമ്പിളായിട്ടുള്ള സബ്ജക്റ്റ് ഏതാണോ അത് ആദ്യം ക്ലിയർ ആയിട്ട് പഠിച്ച് വെക്കുക. എന്നിട്ട് അറിയാത്ത സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കാണ്ട് പറ്റുന്നിടത്തോളം പഠിച്ചിട്ട് പോവുക. ഇനി നമുക്ക് നെക്സ്റ്റ് ആറാമത്തെ മൊഡ്യൂളിൽ വരുന്നതാണ് സർവേയിങ് അല്ലേ. സർവേയിങ്ങിൽ 14 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ 14 മാർക്കാണെങ്കിലും അത്യാവശ്യം ഏരിയ ഉണ്ട് അല്ലേ. ഏരിയ ഉണ്ട് എന്നാൽ കുറേ ഏരിയ ഇല്ല എന്നാലും. നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളതെന്ന്. സർവേയിങ്ങിൽ ചെയിൻ സർവേയിങ് പറയുന്നുണ്ട്. പ്രിൻസിപ്പിൾ ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ്, അതുപോലെ തന്നെ ഫൈൽഡ്, ബുക്കിംഗ്, പ്ലോട്ടിങ്, കോമ്പസ് സർവേ, പിന്നെ അതുപോലെ പ്ലെയിൻ ടേബിൾ സർവേ, ലെവലിംഗ്, കോണ്ടൂറിങ്, കർവ്, തിയോഡലൈറ്റ്, ഏരിയ വോളിയം കാൽക്കുലേഷൻ, പിന്നെ ഇൻട്രൊഡക്ഷൻ ടു ടോട്ടൽ സ്റ്റേഷൻ, ടൈപ്പ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ, മെഷർമെൻറ്റ് വിത്ത് ടോട്ടൽ സ്റ്റേഷൻ, ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ടോട്ടൽ സ്റ്റേഷൻ, പിന്നെ GPS അല്ലെ, ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം. അപ്പം ഇത്രയും കാര്യങ്ങളാണ്. അപ്പം നമുക്ക് മോഡേൺ സർവേന്ന് കുറച്ച് ഈ കാര്യങ്ങൾ മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ GPS-ഉം അത് റിലേറ്റഡും പിന്നെ അതുപോലെ തന്നെ നമുക്ക് ടോട്ടൽ സ്റ്റേഷൻ്റെത് ചോദിക്കുന്ന ഏരിയാസിന് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ പോർഷൻസ് ഒക്കെ കവർ ചെയ്താൽ മതി അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് സർവേയോ എല്ലാ എക്സാമിനും ചോദിച്ച് കുറച്ചുകൂടെ ഫെമിലിയർ ആയതായിരിക്കും. എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. ഒരു ഏരിയയും വിടാണ്ട് മാക്സിമം നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ക്വസ്റ്റ്യൻസ് കിട്ടും അതും കൂടെ വർക്കൗട്ട് ചെയ്യുക. അപ്പോൾ അതാണല്ലേ നമുക്ക് എക്സാമിന് മെയിനായിട്ട് വേണ്ടത്. നിങ്ങൾ പോർഷൻസ് ഒക്കെ കവർ ചെയ്ത് കഴിഞ്ഞതാണെങ്കിൽ പിന്നെ നിങ്ങൾ നെക്സ്റ്റ് ചെയ്യേണ്ടത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ആ ഏരിയയിൽ നിങ്ങൾ തന്നെ സ്വന്തം ക്വസ്റ്റ്യൻ ഉണ്ടാക്കുക, ഓപ്ഷൻസ് ഉണ്ടാക്കുക. എന്നിട്ട് നിങ്ങൾ തന്നെ പിന്നെ കുറേ കഴിഞ്ഞിട്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ആൻസർ ചെയ്യാൻ പറ്റില്ല. എന്നിട്ട് നിങ്ങളതൊരു ബുക്കിൽ എഴുതി വെച്ചിട്ട് കുറച്ച് വേണമെങ്കിൽ ഒരു മാസമോ 2 മാസമോ കഴിഞ്ഞിട്ട് നിങ്ങൾ തന്നെ ആ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുക, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. അപ്പം അങ്ങനെയൊക്കെയാണല്ലോ നമ്മൾ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് പഠിക്കാൻ പറ്റുക. നിങ്ങളെ ബെറ്റർ ആക്കാൻ എങ്ങനെയൊക്കെ പറ്റുമോ അതേ രീതിയിൽ ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നമുക്ക് മൊഡ്യൂൾ 7 ഓട്ടോകാഡ് ആണ് പറഞ്ഞിട്ടുള്ളത്. ഓട്ടോകാഡിൽ 8 മാർക്കാണ്. അപ്പോൾ 8 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഇൻട്രഡക്ഷൻ, അതുപോലെ തന്നെ ബേസിക് കമാൻഡ്സ്, പിന്നെ അതുപോലെ തന്നെ ടൂൾ ബാർ, ഫങ്ഷണൽ കീ, ഷോർട്ട് കീസ്, 2D ഡ്രാഫ്റ്റിംഗ്, 3D മോഡലിംഗ്, ഷോർട്ട് കീ
ഷോർട്ട് കട്ട് കീസ്, അതുപോലെ തന്നെ നോളജ് ഓഫ് ലേഔട്ട് ആൻഡ് പ്രിന്റിംഗ് ഡ്രോയിങ് അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. എല്ലാവരും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കുക. 8 മാർക്കിന് നമുക്ക് സ്കോർ ചെയ്യാം അല്ലേ. അപ്പോൾ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതി തന്നെയാണ് ഓട്ടോകാഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും സീരിയസ് ആയിട്ട് തന്നെ നോക്കുക. സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുന്ന ഏരിയാസ് എന്തായാലും ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ കവർ ചെയ്യുക. ഇതുപോലെ ഓട്ടോകാഡിൽ നിങ്ങൾക്ക് അറിയാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നോക്കുക കേട്ടോ. ഇപ്പോൾ 3D മോഡലിംഗ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് 3D മോഡലിംഗ് റിലേറ്റീവ് ക്വസ്റ്റ്യൻസ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും. ആ ഒരു ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ വേറെ എക്സാംസിൻ്റെത് നോക്കുന്ന എക്സാംസ് ആണെങ്കിലും പിന്നെ മാക്സിമം എക്സാംസ് SSC അങ്ങനത്തെ നമുക്ക് എവിടെ നിന്നൊക്കെ ഏതൊക്കെ സബ്ജക്റ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് കളക്ട് ചെയ്യാൻ പറ്റും അതേ രീതിയിൽ കളക്ട് ചെയ്തിട്ട് അതിനെയും കൂടെ ആൻസർ ചെയ്തിട്ട് നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. ഇനി നമുക്ക് മൊഡ്യൂൾ 8 ആണ് നോക്കേണ്ടത്. മൊഡ്യൂൾ 8ൽ വരുന്നത് എന്താണ്? യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ് ആൻഡ് അപ്ലൈഡ് മെക്കാനിക്സ് അല്ലേ. അപ്പം അതിന് 6 മാർക്കാണ് പറഞ്ഞിട്ടുള്ളത്. കുറച്ച് വൈഡ് ഏരിയ ആണ്, പക്ഷെ നമുക്ക് സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റും അല്ലേ. അപ്പോൾ നമുക്ക് യൂണിറ്റ്സ് ഓഫ് മെഷർമെന്റ്സ്, സിമ്പിൾ മെഷീൻസ്, വർക്ക്, പവർ, എനർജി, സിമ്പിൾ സ്ട്രെസ് സ്ട്രെയിന്, മെൻസ്ട്രുവേഷൻ, അതുപോലെ തന്നെ സിമ്പിൾ ട്രിഗ്നോമെട്രി അല്ലേ. അപ്പം ഞാനെല്ലാം സിമ്പിളായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന സമയത്ത് നമ്മൾ അങ്ങനെ വേണമല്ലേ കാണാൻ. നമുക്കിപ്പോൾ ഒരു ടഫ് സബ്ജക്റ്റ് ആണെങ്കിൽ നമ്മളത് പഠിക്കാൻ പറ്റില്ല എന്ന് വിചാരിച്ച് നമ്മൾ മുന്നിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവർ പഠിക്കാൻ പറ്റുന്ന ഏരിയ നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഏത് സബ്ജക്റ്റ് പഠിക്കാതിരിക്കുകയാണെങ്കിലും നമ്മളെ മൈൻഡ് ഓക്കെ തീരെ ഓക്കെ അല്ലാത്ത ടൈമിൽ നിങ്ങൾ പഠിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം നമുക്ക് ആ സബ്ജക്റ്റിനോട് തന്നെ ഒരു താല്പര്യം കുറഞ്ഞില്ല. നിങ്ങൾ അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ളൊരു ടൈമിൽ പഠിക്കാനിരിക്കുക. ഇൻ കേസ് പഠിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് പഠിക്കാൻ പറ്റുന്നുള്ളൊരു കോൺഫിഡൻസോടെ ഇരിക്കുക. അപ്പം നിങ്ങൾക്ക് എന്തായാലും നിങ്ങൾ വിചാരിക്കുമ്പോൾ ഒരുപാട് പഠിച്ചില്ലെങ്കിലും നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാളും കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. നമ്മൾ ഈ ഒരു രീതിയിൽ ഓരോ സബ്ജക്റ്റിനെ അപ്രോച്ച് ചെയ്യുക. ഓക്കെ നമുക്ക് സിമ്പിളാണ്, നമുക്ക് പറ്റുന്നുള്ള രീതിയിൽ തന്നെ അപ്രോച്ച് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ പ്രോബ്ലംസ് ആണല്ലേ യൂണിറ്റ്സ് ഓഫ് മെഷർമെൻറ്റ്സിൽ നമുക്ക് കഴിഞ്ഞ ട്രേസറിൻ്റെ എക്സാംസിൽ പ്രോബ്ലം കുറവാണ്. പിന്നെ നമുക്ക് ഈ ഒരു എക്സാമിന് അതേപോലെ തന്നെ വിചാരിച്ചോളൂ അല്ലേ. അപ്പോൾ നിങ്ങൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ മാക്സിമം നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷനും മൈൻഡിൽ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ ഏരിയ ആണെങ്കിലും വോളിയം ആണെങ്കിലും പെരിമീറ്റർ ആണെങ്കിലും ഒക്കെ കാണേണ്ടിയിട്ടുള്ള ഇക്വേഷൻസ് നിങ്ങൾ പ്രോബ്ലംസ് ചെയ്ത് തന്നെ പഠിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇക്വേഷൻസ് നിങ്ങൾക്ക് മൈൻഡിലേക്ക് താനെ ഓർമ്മ വരും എക്സാമിൻ്റെ ടൈമിലൊക്കെ. അപ്പോൾ നിങ്ങൾ അതേ രീതിയിൽ വേണം പ്രോബ്ലംസ് പഠിക്കാൻ. പിന്നെ അതുപോലെ തന്നെ പവർ, എനർജി ഇതുപോലത്തെ പോർഷൻസ് ഒക്കെ നമ്മളുടെ ഒരുപാട് റിപ്പീറ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് അത് കൂടുതൽ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ തന്നെ നിങ്ങൾ ഇത് മനസ്സിലാക്കി തന്നെ പഠിക്കാൻ ശ്രമിക്കുക. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും അല്ലേ. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ട്രിഗ്നോമെട്രിയിലാണെങ്കിലും നമുക്ക് പ്രോബ്ലംസ് വെച്ചിട്ട് തന്നെ നോക്കുക കേട്ടോ. കാരണം അപ്പോൾ നമുക്ക് ഓരോ ഇപ്പോൾ സൈൻ വാല്യൂസ് ആണെങ്കിലും കൊസൈൻ വാല്യൂസ് ആണെങ്കിലും ഒക്കെ നിങ്ങൾ എന്താണ് അതിൻ്റെ കൺവേർഷൻ ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിക്കുക. പിന്നെ അതുപോലെ തന്നെ ഓരോ സൈൻ 0, കോസ് 0, സൈൻ 90, സൈൻ 30, 45, 60 എന്നൊക്കെയുള്ള വാല്യൂസ് ഒക്കെ നമുക്ക് എപ്പോൾ ചോദിച്ചാലും പറയാൻ പറ്റണം അല്ലേ. നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒരു ചെറിയൊരു പേജിൽ എഴുതിയിട്ട് നിങ്ങൾ ആ റൂമിലോ അല്ലെങ്കിൽ നിങ്ങളെ ഫോണിൽ വേണമെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഫോട്ടോ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് എടുത്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവില്ല. നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അങ്ങനെ നിങ്ങൾക്ക് അങ്ങനത്തെ ഡൗട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അതുപോലെ കൺവേർഷൻ ആണെങ്കിലും ഒക്കെ നിങ്ങൾ ഇപ്പം സൈൻ്റെ ആണെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണല്ലേ വരുന്നത്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നതാണെങ്കിൽ ഓക്കെ അത് വെച്ച് പ്രോബ്ലംസ് കൂടുതൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഇങ്ങനത്തെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചതിന് ശേഷം നിങ്ങൾ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ള രീതിയിലേക്ക് പ്രോബ്ലം പോവുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആ ഒരു കാര്യം മൈൻഡിലേക്ക് ഓർമ്മ വരും അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സും അതുപോലെ തന്നെ അപ്ലൈഡ് മെക്കാനിക്സും ഡീറ്റെയിൽഡ് ആയിട്ട് ഇരുന്ന് പഠിക്കുക. അപ്ലൈഡ് മെക്കാനിക്സിന് ഓവറായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിക്കുന്നില്ല അല്ലേ. നമുക്ക് അത്യാവശ്യം കഴിഞ്ഞ എക്സാമിന് ചോദിച്ച കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവും. സിമ്പിൾ മെഷീനിനൊക്കെ നമുക്ക് റിവേഴ്സിബിൾ, ഇറിവേഴ്സിബിൾ മെഷീൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു പോർഷൻ ആണല്ലേ കഴിഞ്ഞ ട്രേസർ എക്സാമിന് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ക്ലിയർ ആവുന്ന ഏരിയ തന്നെയാണ്. ഓവറായിട്ട് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള പോർഷൻസ് ഒന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പം 6 മാർക്കാണ്. എന്തായാലും ഇരുന്നിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഡിസ്കസ് ചെയ്ത ഏരിയയിൽ ഇത് മൊത്തം പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമ്മൾ നെക്സ്റ്റ് ഈ ഒരു എക്സാം ബേസ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ മാക്സിമം ഈ ഒരു പോർഷൻസ് ഒക്കെ കവർ ചെയ്തിട്ട് തന്നെ വീഡിയോ ഇടാൻ ശ്രമിക്കാം. നമുക്ക് എന്തായാലും മാക്സിമം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാന്നുള്ളതായിരിക്കണം മെയിൻ.
ഇനി നമുക്ക് എന്തായാലും നിങ്ങൾ ഈ ഒരു സിലബസ് നോക്കിയിട്ട് പഠിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അപ്ലൈഡ് മെക്കാനിക്സ് ആണെങ്കിലും ഈ ഒരു ഏരിയ നോക്കുക. നിങ്ങൾക്ക് തന്നിട്ടുള്ള പോർഷൻസ് നോക്കുക. സബ്ജക്റ്റ് വെച്ചിട്ട് എന്തായാലും പഠിക്കരുത്. സബ്ജക്റ്റ് വെച്ച് നിങ്ങൾ പഠിക്കുമ്പോൾ ഒരുപാട് നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. അതെന്തായാലും ശ്രദ്ധിക്കുക. ഇനി നമുക്ക് മൊഡ്യൂൾ 9 ആണല്ലേ. മൊഡ്യൂൾ 9 പറഞ്ഞിട്ടുള്ളത് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് ആണ്. ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ റോഡിൻ്റെ പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ റെയിൽവേ, ബ്രിഡ്ജ് അല്ലേ. ഇത് മൂന്നും കൂടെ ഇൻക്ലൂഡ് ആയിട്ടാണ് ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് റോഡ്, അതുപോലെ തന്നെ റോഡിൻ്റെ ഡെവലപ്മെൻറ്റ്, പിന്നെ അതുപോലെ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് അലൈൻമെൻറ്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് കൺസ്ട്രക്ഷൻ ഓഫ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് റോഡ്സ്, റെയിൽവേ എഞ്ചിനീയറിംഗ്, ടൈപ്പ് ഓഫ് റെയിൽ സെക്ഷൻസ്, പെർമനൻറ്റ് വേ, അതുപോലെ തന്നെ സ്ലീപ്പർ, ബല്ലാസ്റ്റ്, ഈ ഏരിയ എന്നാണല്ലേ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. ട്രേസറിന് ബോക്സിംഗ് എന്ന് പറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഫിക്സ്റ്റേഴ്സ് ആൻഡ് ഫാസ്റ്റനേഴ്സ്, ക്രീപ്പ്, സ്ക്രൂസ്, സ്പൈക്സ്, വാഷേഴ്സ്, റെയിൽ സെക്ഷൻസ്, സിഗ്നലിംഗ് പോയിന്റ്സ് ആൻഡ് ക്രോസിംഗ്, ബ്രിഡ്ജ് എഞ്ചിനീയറിംഗ്, ഫൗണ്ടേഷൻ ഓഫ് ബ്രിഡ്ജ്, സൂപ്പർ സ്ട്രക്ചർ ഓഫ് ബ്രിഡ്ജ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ബ്രിഡ്ജ് അല്ലേ. ഇതും ഈ ഒരു സബ്ജക്റ്റും നിങ്ങൾ സിലബസ് നോക്കി പഠിക്കണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. റോഡിൽ നമുക്ക് ഒരുപാട് പോർഷൻ പഠിക്കാനുണ്ട് അല്ലേ. അപ്പം അതിൽ എല്ലാ കാര്യങ്ങളും തന്നെ സിലബസിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ സിലബസിൽ പറഞ്ഞ കാര്യങ്ങൾ മാത്രം പിക്ക് ചെയ്തിട്ട് പഠിക്കുക. അതുപോലെ തന്നെ റെയിൽവേ ആണെങ്കിലും ബ്രിഡ്ജിൽ ഓൾമോസ്റ്റ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി സബ്ജക്റ്റ് ഓരോ കാര്യങ്ങളും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് സിലബസ് നോക്കി തന്നെ പഠിക്കുക. ഇനി നമുക്ക് നെക്സ്റ്റ് അല്ലേ 10ാമത്തെ മൊഡ്യൂളിൽ പറഞ്ഞിട്ടുള്ളത്, 10 മൊഡ്യൂളാണ് ടോട്ടൽ ഈ ഒരു സിലബസിൽ പറഞ്ഞിട്ടുള്ളത്. 10ാമത്തെ മൊഡ്യൂളിൽ പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ ആണ്. 6 മാർക്കിനാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം 6 മാർക്കിൽ വരുന്നത് പൈപ്പ് ആൻഡ് പൈപ്പ് ജോയിൻസ് ഫോർ അണ്ടർഗ്രൗണ്ട് ഡ്രെയിനേജ്, ക്വാളിറ്റി ഓഫ് വാട്ടർ, സോഴ്സ് ഓഫ് വാട്ടർ, ട്രീറ്റ്മെൻറ്റ്സ് ആൻഡ് കൺവെയൻസ് ഓഫ് വാട്ടർ, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വാട്ടർ, സിസ്റ്റംസ് ഓഫ് സാനിറ്റേഷൻ, ഹൗസ് ഡ്രെയിനേജ്, കളക്ഷൻ ആൻഡ് കൺവെയൻസ് ഓഫ് സീവേജ്, സെപ്റ്റിക് ടാങ്ക്, വാട്ടർ ആൻഡ് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ്സ്, സീവിയർ അപ്പർച്ചനൻസ്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ ഡിസ്പോസൽ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പബ്ലിക് ഹെൽത്ത് ആൻഡ് സാനിറ്റേഷൻ എന്നുള്ള പോർഷനിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരിക. പിന്നെ നമുക്ക് ഇതൊന്നും കൂടാണ്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു നോട്ടും തരും അല്ലേ. അതായത് ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് അപ്പാർട്ട് ഫ്രം ദ ടോപ്പിക് ഡീറ്റെയിൽസ് എബോവ് ക്വസ്റ്റ്യൻസ് ഫ്രം അതർ ടോപ്പിക് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഓഫ് ദ പോസ്റ്റ് മേ ഓൾസോ അപ്പിയേഴ്സ് ഇൻ ദ ക്വസ്റ്റ്യൻ പേപ്പർ. There is no undertaking that all the topics above may be covered in the question paper. അപ്പം ഇങ്ങനെ ഒരു നോട്ടും കൂടെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് സിലബസ് തന്നിട്ടുള്ള എല്ലാ പോർഷൻസും തന്നെ നമ്മൾ എക്സാമിന് കവർ ചെയ്യണം എന്ന് നിർബന്ധമില്ല. ചിലപ്പോൾ നമ്മൾ പഠിച്ചതിനെ ബേസ് ചെയ്തിട്ട് നമ്മളെ ക്വാളിഫിക്കേഷനെ ബേസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് ഇതിൽ വരികയും ചെയ്യാം അല്ലേ. പക്ഷേ ഇതൊരു പോസിബിലിറ്റി മാത്രമാണ്. അധികവും സിലബസ് തന്നിട്ടുണ്ടെങ്കിൽ സിലബസിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കാണാറ്. പിന്നെ ചില ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിപ്പോൾ എക്സാം ബേസ് ചെയ്തിപ്പം ഈ ഒരു സിലബസ് തന്ന ആ ഒരു 1.5 മാസം 2 മാസത്തിൽ മാത്രമാണല്ലേ നമ്മൾ സിലബസ് ബേസ് ചെയ്ത് പഠിക്കുന്നത്. ബാക്കി ടൈമിൽ നമ്മൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നിങ്ങൾക്ക് ബാക്കി ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ ഓക്കെ നിങ്ങൾ പറ്റുന്ന പോലെ, പക്ഷേ എന്തായാലും സിലബസ് തന്നിട്ടുണ്ടെങ്കിൽ സിലബസിലുള്ള പോർഷൻസ് കവർ ചെയ്തതിന് ശേഷം മാത്രം നെക്സ്റ്റ് എക്സ്ട്രാ ഏരിയാസ് പഠിക്കാൻ നോക്കുക. നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾ എത്ര വേണമെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഇതേ രീതിയിൽ പഠിക്കാൻ നോക്കുന്നതായിരിക്കും നല്ലത്. അപ്പം എല്ലാവരും നന്നായിട്ട് എക്സാമിന് വേണ്ടിയിട്ട് പഠിക്കുക. സിലബസ് നമ്മൾ ജസ്റ്റ് ഷെയർ ചെയ്തതന്നേ ഉള്ളൂ. ട്രേസറിൻ്റെ സിലബസ് അറിയുന്നവരാണെങ്കിൽ അത് കാണണമെന്നില്ല. അപ്പം എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.